ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്ന് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടിട്ട് വരാം. ഇതിൽ ചില ടിപ്സുകൾ നിങ്ങൾക്കും അറിയാത്തതായിരിക്കും, അതുകൊണ്ടൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മളെ കുക്കറിലെ ഈ ഒരു റബ്ബർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഉപയോഗിച്ച് പഴകും തോറും ഇതിൻ്റെ ആ ഒരു റബ്ബർ വന്നിട്ട് ചൂട് കാരണം ചുരുങ്ങാറുണ്ടല്ലേ. അപ്പം നമ്മൾ കുക്കറിൻ്റെ അടപ്പിൽ നിന്ന് ഇത് ഇളകി വീഴാറുണ്ട്. അത് നമുക്ക് കറക്റ്റ് ഫിറ്റിൽ അടച്ച് വയ്ക്കാൻ പറ്റില്ല, പുറത്തോട്ടൊക്കെ ആവി പോവും. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു 4-5 മണിക്കൂറോളം വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വയ്ക്കുക. നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കുന്നെങ്കിൽ തലേ ദിവസം വെച്ചിരുന്നാലും മതി. നമ്മൾ കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും വച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചുരുങ്ങിയതൊക്കെ മാറിക്കിട്ടും. നല്ല നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങുന്നോ അതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒന്ന് ആ ഒരു റബ്ബർ വന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇതുപോലെ വയ്ക്കുക. അപ്പോഴത്തേക്കും ഇത് ഇളകിയൊന്നും വീഴില്ല. നല്ല ഫിറ്റായിട്ട് നല്ല ടൈറ്റായിട്ടും തന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെയൊക്കെ അതിൻ്റെ ഒരു സ്റ്റീമൊക്കെ പോയിട്ട് വേകാതിരിക്കില്ലേ, നമുക്ക് സ്റ്റീം വരാതിരിക്കും, പ്രഷർ വരാതിരിക്കും. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് നന്നായിട്ട് നല്ല പഫി ആയിട്ട് നമുക്ക് എങ്ങനെ അരച്ചെടുക്കാമെന്ന് നോക്കാം. ചിലർക്കെങ്കിലും കാണുമല്ലോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാകാതെ അതിങ്ങനെ ചുരുങ്ങി പോകുന്നതൊക്കെ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. എന്താണെന്നല്ലേ, അപ്പം നമ്മൾ എത്രയാണോ ഉഴുന്നിടുന്നത് അതിടുക. അതിലേക്ക് ഉലുവയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണോ അളവിൽ ഉഴുന്നും ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുന്നു അതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് കഴുകുക. അധികം വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട. 2 തവണ ഞാൻ കഴുകുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ ആ ഒരു പശ പോയാൽ നമുക്ക് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടില്ല. അതുകൊണ്ട് അധികം കഴുകാതെ 2 വെള്ളം കഴുകുക. എന്നിട്ട് നമുക്ക് അരയ്ക്കാനും കൂടെ കണക്കാക്കി വെള്ളം വയ്ക്കുക. എന്നിട്ട് ഒരു 5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തണുപ്പോടെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ ഇവിടെ ഗ്രൈൻഡറിൽ ഒരു 3/4 മണിക്കൂറോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഈ മാവിൽ നമുക്ക് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റി ആയിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉഴുന്നിനെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അടിയിലൊക്കെ ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാത്രമൊക്കെ പൂപ്പലടിക്കാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബോട്ടിൽസും ബാഗൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റ് കാണാറുണ്ടല്ലേ, ഒരു സിലിക്ക ജെൽ എന്ന് പറഞ്ഞൊരു പാക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ജെല്ല് പോലെയൊക്കെ ഇരിക്കും. ഇത് നമ്മളിതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് അധികമൊന്നും പൂപ്പലടിക്കാതെ ഈർപ്പമൊന്നും ഇല്ലാതെ നമുക്ക് പാത്രങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്സാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കടല, പരിപ്പ്, പയർ ഇതൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിൽ കരിച്ച വണ്ടൊക്കെ കയറുമല്ലേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം തന്നെ അതിൻ്റെ ഉള്ളിലും കാണും, നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് പെട്ടെന്നൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ പട്ടയുണ്ടല്ലോ, പട്ട, അത് നമ്മൾ ഇതിലൊന്ന് ഇട്ട് വച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഉടനെ അത് ചത്തു പോവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ വേറെ അതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഒന്നും തന്നെ അതിൻ്റെ ഉള്ളിൽ കയറില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും നമുക്കത് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതുപോലെ ബോട്ടിലിൽ നമ്മൾ അടിഭാഗത്ത് നമ്മൾ ഈ ഒരു പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ ഇടുന്നത് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തും കൂടെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് 100% റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇതിൽ ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനിയും പുതിയ പുതിയ ടിപ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.